അന്താരാഷ്ട്ര നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തി ഇസ്രായേൽ ഗസയിൽ നടത്തുന്ന ആക്രമണങ്ങളിൽ മരണസംഖ്യ 1,00,000-ത്തോടടുക്കുകയാണ്. 24,620 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടതായാണ് ഔദ്യോഗിക സ്ഥിരീകരണം വരുന്നത്. ഇതിൽ 16,000-ഓളം പേർ സ്ത്രീകളും കുട്ടികളുമാണ്. യുദ്ധം 4-ാം മാസത്തിലേക്ക് കടക്കുമ്പോൾ ഹമാസ് ബന്ദികളാക്കിയ ഇസ്രായേൽ പൗരന്മാരെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധം ഇസ്രായേലിൽ നടക്കുന്നു. നെതന്യാഹുവിന്റെ വസതിക്ക് മുന്നിൽ വലിയ പ്രതിഷേധ സമരങ്ങളാണ് നടക്കുന്നത്. അതിനിടെ സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിലും ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത് വലിയ ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 5 പേരാണ് കൊല്ലപ്പെട്ടത്. പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് പുതിയ വാർത്തകൾ എന്നാണ് നോക്കുന്നത്. MC നാസർ ചേരുകയാണ്. നാസർ, വീണ്ടും ഇറാനെ പ്രകോപിപ്പിക്കുകയാണോ ഇസ്രായേൽ ചെയ്യുന്നത്? ദിവ്യ, തീർച്ചയായിട്ടും. കാരണം ഈ യുദ്ധം ഗസയിൽ മാത്രം പരിമിതപ്പെടണമെന്ന ആഗ്രഹം പല രാജ്യങ്ങൾക്കുമുണ്ട്, മേഖലയിലെ രാജ്യങ്ങൾക്കുണ്ട്, വൻശക്തി രാജ്യങ്ങൾക്കുമുണ്ട്. പക്ഷേ പിന്നിട്ട ദിവസങ്ങളിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിർത്തി കടന്നുള്ള ഇത്തരം ആക്രമണങ്ങൾ, പ്രത്യേകിച്ച് ദമസ്കസിന് നേരെ, അവിടെ പൂർണ്ണമായിട്ടും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിന്റെ കേന്ദ്രമാണ്, അവർ താമസിക്കുന്ന ഇടമാണ് എന്ന് കണ്ടെത്തി അവിടേക്ക് തന്നെ ഈ ആക്രമണം വ്യാപിപ്പിക്കുന്നത് ഏതെങ്കിലും നിലയ്ക്ക് ഇറാനെ കൂടി ഈ യുദ്ധത്തിലേക്ക് കൊണ്ടുവരിക എന്നൊരു കൃത്യമായിട്ടുള്ള സൈനിക രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തിക്കൊണ്ടാണ് എന്ന് വേണം അനുമാനിക്കാൻ. 4 തങ്ങളുടെ ഉപദേശകർ കൊല്ലപ്പെട്ടതായിട്ട് ഇറാൻ ഔദ്യോഗികമായിട്ട് തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അവരുടെ പേരുവിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. പക്ഷേ അവരുടെ പദവികൾ ഏത് എന്ന് സംബന്ധിച്ച് ഔദ്യോഗികമായിട്ടുള്ള ഒരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടില്ല. കാരണം കഴിഞ്ഞ ദിവസം ഇർബിലിലെ മൊസാദിന്റെ കേന്ദ്രം എന്ന അർത്ഥത്തിലുള്ള ഒരു കേന്ദ്രത്തിന് നേരെ ഇറാൻ ആക്രമണം നടത്തിയിരുന്നു. ഒരുപക്ഷെ അതിന്റെ തുടർച്ച എന്ന നിലയ്ക്കാണോ ഇന്നത്തെ ആക്രമണമെന്ന് ഇസ്രായേൽ വിശദീകരിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ ലബനാനിലും പിന്നെ യമനിലും ഈ 2 ഇടങ്ങളിലും സംഘർഷത്തിന് കൂടുതൽ വ്യാപ്തി വരുന്നതിന്റെ കൃത്യമായിട്ടുള്ള തെളിവുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ലബനാനിൽ ഏത് സമയത്ത് വേണമെങ്കിലും ഒരു തുറന്ന യുദ്ധത്തിന് തങ്ങൾ ഒരുക്കമാണെന്ന് ഹിസ്ബുല്ലയുടെ കമാൻഡർ ഔദ്യോഗികമായി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രിയും ഏതാണ്ട് സമാനമായിട്ടുള്ള പ്രസ്താവനയാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ചെങ്കടലിൽ അല്പം മുമ്പും അമേരിക്കൻ പോർ വിമാനങ്ങൾ ഹൂത്തി കേന്ദ്രങ്ങൾ ആക്രമണം നടത്തിയതായിട്ട് പെന്റഗണിന്റെ സ്ഥിരീകരണം പുറത്തു വന്നിരിക്കുന്നു. ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടെ പ്രത്യേകിച്ച് ഹൂത്തികളുടെ കൈവശമുള്ള ആയുധങ്ങൾ നശിപ്പിക്കാൻ ഈ ആക്രമണത്തിലൂടെ സാധിച്ചു എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. ഗസയിൽ നമ്മൾ നേരത്തെയൊക്കെ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ഏറ്റവും നിഷ്ഠുരമായിട്ടുള്ള കൂട്ടക്കുരുതികൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. 140-ലധികം പേർ ഇന്നും കൊല്ലപ്പെടുകയുണ്ടായി. ഏതാണ്ട് 25,000-ലേക്ക് മരണസംഖ്യ അടുക്കുന്നതിന്റെ വിവരങ്ങൾ കൂടിയാണ് ഇപ്പോൾ പുറത്തുവിടുന്നത്. കാൻ യൂനിസ് ഉൾപ്പെടെയുള്ള പ്രധാന കേന്ദ്രങ്ങളൊക്കെയും വ്യോമാക്രമണം അതിശക്തമായി തന്നെ തുടരുകയാണ്. മറ്റൊരു കാര്യമുള്ളത്, നെതന്യാഹുവിനെതിരെ അതിശക്തമായിട്ടുള്ള സമ്മർദ്ദമാണ് ആഭ്യന്തര തലത്തിൽ രൂപപ്പെട്ടിരിക്കുന്നത്. ബന്ദികളുടെ മോചനം ഇനിയും നീട്ടിക്കൊണ്ടുപോവുകയാണെങ്കിൽ അനിശ്ചിതകാലത്തേക്കുള്ള പ്രക്ഷോഭ പരിപാടികൾ ആവിഷ്കരിക്കാൻ ബന്ദികളുടെ ബന്ധുക്കളും പൊതു സംഘടനകളും തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അമേരിക്കയിൽ നിന്ന് ഇസ്രായേലിന്റെ അനുകൂലമായി നിൽക്കുന്ന നിയമ വിദഗ്ധർ ഉൾപ്പെടെ പലരും ഇപ്പോൾ നെതന്യാഹുവിനെ പുറന്തള്ളിയില്ലെങ്കിൽ ഈ യുദ്ധം അനിശ്ചിതവും ഏറ്റവും ദുരവ്യാപക ഫലങ്ങൾ സൃഷ്ടിക്കുന്ന ഒന്നായിട്ട് മാറുമെന്ന മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട്.